നാവികശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ഫ്രാൻസിൽ നിന്ന് 26 നാവിക വകഭേദങ്ങളായ റാഫേൽ ജെറ്റുകളും 3 സ്കോർപിയൻ അന്തർവാഹിനികളുടെയും ഒരു കരാർ അടുത്ത ഏതാനും ആഴ്ചക്കുള്ളിൽ ഇന്ത്യ ഉറപ്പിക്കാൻ പോകുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം പാരീസ് സന്ദർശിക്കുന്ന വേളയിലാണ് ഈ സംഭരണം പ്രഖ്യാപിക്കുന്നത്. ഫെബ്രുവരി 10-11 തീയതികളിൽ നടക്കുന്ന ഉച്ചകോടിക്കിടെ മോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടിടപാടുകളും അന്തിമഘട്ടത്തിലാണ് എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. 2023 ജൂലൈയിൽ പ്രതിരോധ മന്ത്രാലയം ഫ്രാൻസിൽ നിന്ന് 22 റാഫേൽ ജെറ്റുകൾ വാങ്ങാൻ അംഗീകാരം നൽകിയിരുന്നു. പ്രാഥമികമായി തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 22 റാഫേൽ മറൈൻ ജെറ്റുകൾ. അതുപോലെ തന്നെ ഫ്രാൻസിൽ നിന്ന് 3 സ്കോർപിയൻ അന്തർവാഹിനികളും വാങ്ങാൻ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. ഇന്ത്യൻ നേവിയുടെ പ്രൊജക്ട് 75 പ്രകാരം ഫ്രാൻസിലെ നേവൽ ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ മസഗോൺ ഡോക്ക് ലിമിറ്റഡ് ഇന്ത്യയിൽ 6 സ്കോർപിയൻ അന്തർവാഹിനികൾ ഇതിനകം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ആയുധ സംവിധാനങ്ങളും സ്പെയറുകളും ഉൾപ്പെടെയുള്ള അനുബന്ധ ഉപകരണങ്ങളോടൊപ്പം റാഫേൽ ജെറ്റുകളുടെ സംഭരണം എന്നത് ഒരു അന്തർ സർക്കാർ കരാറിന്റെ അതായത് IGAയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ DRDO ഇപ്പോൾ ഒരു വമ്പൻ നേട്ടം കൂടെ നേടിയെടുത്തിരിക്കുന്നു. ഒഡീഷയുടെ തീരത്തുള്ള ചന്ദിപ്പൂരിൽ നിന്ന് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ അതായത് ഷാഡോസിന്റെ തുടർച്ചയായി 3 ഫ്ലൈറ്റ് ട്രയൽ വിജയകരമായി നടത്തിയിരിക്കുന്നു. വളരെ താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന അതിവേഗ ലക്ഷ്യങ്ങൾക്കെതിരെയാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയത്. ഈ 3 ഫ്ലൈറ്റ് ടെസ്റ്റുകൾക്കിടയിലും ഈ മിസൈലുകൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ അനുകരിക്കുന്ന താപ സിഗ്നേച്ചർ കുറയ്ക്കുകയും ലക്ഷ്യങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥ വിന്യാസത്തിനായി ഉപയോഗിച്ച അന്തിമ സജ്ജീകരണത്തിലാണ് ഇപ്പോൾ ഈ പരിശോധനകൾ നടത്തിയത്. ഈ സജ്ജീകരണത്തിൽ 2 ഓപ്പറേറ്റർമാർ, ആയുധം തയ്യാറാക്കൽ, ലക്ഷ്യം തിരിച്ചറിയൽ, മിസൈൽ വിക്ഷേപണം എന്നിവ ഉൾപ്പെടെ എല്ലാം ഇത് നിയന്ത്രിച്ചു. സൈനികർക്ക് വഹിക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന ഒരു പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഈ വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം. മറ്റ് DRDO ലാബുകളുടെയും ഇന്ത്യൻ വ്യവസായ പങ്കാളിയുടെയും പിന്തുണയോടെ റിസർച്ച് സെന്റർ ഇമാറത്താണ് ഇത് പൂർണ്ണമായും ഇന്ത്യ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്തത്. ഈ മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ചതിന് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയെയും സായുധ സേനയെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മിസൈൽ സാങ്കേതിക വിദ്യയിലെ ഒരു സുപ്രധാന കുതിച്ചുചാട്ടത്തിൽ ബ്രഹ്മോസ് എയറോസ്പേസ് അതിന്റെ മാക് 3 സ്പീഡ് നിലനിർത്തിക്കൊണ്ട് 800 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ പുതിയ വകഭേദമായ ബ്രഹ്മോസ് LR വേരിയന്റിന്റെ പ്രവർത്തനം ആരംഭിച്ചു. 450 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് ER വേരിയന്റിന്റെ വിജയകരമായ വികസനത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മറികടക്കുന്നതിനുള്ള സുപ്രധാന നിമിഷമാണ് ബ്രഹ്മോസ് LRന്റെ വികസനം. ഈ അന്താരാഷ്ട്ര കരാറുകൾ കാരണം നേരത്തെ ബ്രഹ്മോസ് ബ്ലോക്ക് 3 290 കിലോമീറ്റർ പരിധിയിൽ പരിമിതപ്പെടുത്തിയിരുന്നു. എങ്കിലും സോഫ്റ്റ്വെയർ നിയന്ത്രണങ്ങൾ പരിഷ്കരിച്ചും ആന്തരിക ഇന്ധന ടാങ്ക് കപ്പാസിറ്റി വിപുലീകരിച്ചും ബ്രഹ്മോസ് എയറോസ്പേസ് ഇപ്പോൾ ഈ തടസ്സങ്ങളെ മറികടന്നിരിക്കുകയാണ്. മിസൈലിന്റെ പ്രവർത്തന പരിധി ഗണ്യമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് പരിഹാരമായി ചെയ്തത് 800 കിലോമീറ്റർ ദൂരപരിധി കൈവരിക്കുന്നതിനുള്ള പ്രധാന കാര്യമെന്ന് പറഞ്ഞത് റാംജെറ്റ് എഞ്ചിനുള്ള വലിയ ഇന്ധന ടാങ്ക് ഉൾക്കൊള്ളാൻ മിസൈലിന്റെ നീളം കൂട്ടുക എന്നതാണ്. ബ്രഹ്മോസ് LRന് കൂടുതൽ ദൂരങ്ങളിൽ അതിന്റെ സൂപ്പർസോണിക് വേഗത നിലനിർത്താൻ കഴിയുമെന്ന് ഈ ക്രമീകരണം ഉറപ്പാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.